grace and mercy, I thank and praise Him. ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 15. 1 Corinthians chapter 15. 15 verses 3 to 8. ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിക്കാം. നമുക്ക് ആ വാക്യങ്ങൾ ഒരുമിച്ച് വായിച്ചാലോ? Amen. ഓക്കെ. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 15 verses 3 through 8. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നു. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. Hallelujah. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഈസ്റ്റർ സൺഡേ ആണ്. The world is celebrating this Sunday as an Easter Sunday. All Christians are celebrating. All Christians are celebrating. നമുക്ക് ഈസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്നാണ് ചിന്തിച്ച് വെച്ചേക്കുന്നത് അല്ലേ? We think that whenever we hear the word Easter, there is some trouble or issue with us. നമ്മൾ കേട്ടിട്ടുണ്ട് ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈസ്റ്റാർ എന്ന് പറഞ്ഞ ദേവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അത് ഇങ്ങോട്ട് മാറ്റി തന്ന് കേട്ടിട്ടില്ലേ അങ്ങനത്തെ കഥകളൊക്കെ? ഞാനതൊന്ന് എക്സ്പ്ലെയിൻ തുടങ്ങാൻ പോവാ. We heard that Easter was a memory or commemoration of a king called Esther. Okay, and we heard that story. പക്ഷേ ശ്രദ്ധിച്ച് കേട്ടോണം, ഞാനൊരു അല്പം റാൻഡമായിട്ട് ചില കാര്യങ്ങൾ പറയാൻ പോവാണ്. So please listen carefully. I'm going to say something which is very random. സംശയം ഉണ്ടെങ്കിൽ യോഗത്തിന് ശേഷം ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. I will explain. If you have any doubt, I will explain after the church. ഈസ്റ്റർ എന്ന ഫെസ്റ്റിവൽ വെരി ഫസ്റ്റ് സെഞ്ചുറിയിൽ തന്നെ ക്രിസ്ത്യൻസ് പറഞ്ഞ വാക്കാണ് ഈസ്റ്റർ എന്ന വാക്ക്. The Easter, the festival, in the very first century itself, Christians mentioned that word. വാസ്തവത്തിൽ അവർ പാസ്ക എന്നാണ് പറഞ്ഞത്, അത് ഇംഗ്ലീഷിലേക്ക് വന്നപ്പോഴാണ് ഈസ്റ്റർ ആയത്. Indeed, they said that Pascha, but when they translated to English, it came into Easter. 2-ാം നൂറ്റാണ്ടിൽ സെക്കൻഡ് സെഞ്ചുറിയിൽ ഏഷ്യയിലുള്ള സഭകളും റോമിലുള്ള സഭകളും തമ്മിൽ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ഇത് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് ആണ് ഞാൻ പറയുന്നത്. In history, in the year of 2nd century, there is a debate. There was a debate between Romans and വെസ്റ്റ് സൈഡിലുള്ളവരും ഏഷ്യൻ സൈഡിലുള്ളവരും, between two sides, west side and Asian side of Romans. the world, റോമാക്കാരും ഏഷ്യക്കാരും അങ്ങനെ പറയാം. There was a debate between Romans and Asians. ഡിബേറ്റിന്റെ സബ്ജക്റ്റ് എന്നാണെന്നറിയാമോ? What was the subject of the debate? ഈസ്റ്ററിന്റെ ഡേറ്റ് എന്നാണ് എന്നതിനെ സംബന്ധിച്ചായിരുന്നു. The proper date. The debate was all about the proper date of Easter. നമുക്ക് എല്ലാവർക്കും പരിചിതനായ പോളികാർപ്പാണ് ഏഷ്യൻ സൈഡിൽ നിന്നത്. Polycarp stood on behalf of Asian side. അനാസീറ്റസ് എന്ന് പറയുന്ന മറ്റൊരു എൽഡറാണ്, ഒരു ബിഷപ്പാണ് വെസ്റ്റേൺ സൈഡിൽ നിന്നത്. Anastasis, western side, he stood as the bishop. പോളികാർപ്പ് പറഞ്ഞു ഈസ്റ്റർ, അങ്ങനെ തന്നെ പറഞ്ഞു, ആ പാസ്ക ഈസ്റ്റർ എന്നത് നിസാൻ മാസം 14-ാം തീയതി വേണം ആചരിക്കാൻ. നിസാൻ 14-ന്റെ പ്രത്യേകത അറിയാമല്ലോ, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഗ്രേറ്റ് അറ്റോൺമെന്റ്. Polycarp, on that one side of Asia, he stood as the representative for them, and he said that Easter, the Pascha, Nisan 14. It started in Nisan 14. We have to celebrate. We have to celebrate in the month of Nisan. അന്നേരം ഒരു പ്രശ്നം, സൺഡേ വരികയില്ല. എല്ലാ വർഷവും നിസാൻ 14 സൺഡേ ആകത്തില്ല അല്ലേ? ചിലപ്പോൾ ഡെയിലി ഇങ്ങനെ മാറി, ചിലപ്പോൾ അത് മൺഡേ ആയിരിക്കും, ചിലപ്പോൾ ട്യൂസ്ഡേ ആയിരിക്കും. ഈ വർഷം നിങ്ങൾ നോക്കിയാൽ മതി, സൺഡേ അല്ലായിരുന്നു, മാറി ദിവസം വരും. The 14th day of month of Nisan. The 14th day of month of Nisan should be celebrated as Pascha. That is what Polycarp's suggestion.
But that day, the month, 14th month of Nisan will be changed. It won't always come on Sunday. അന്നേരം റോമിലുള്ള അനാസിറ്റസിൻ്റെ കൂട്ടത്തിലുള്ളവർ പറഞ്ഞു അത് പറ്റിയല്ല, ക്രൈസ്റ്റ് സൺഡേ ആണ് എഴുന്നേറ്റത്, അതുകൊണ്ട് ആ നിസാൻ മാസം 14, ഇനിയിപ്പോൾ അത് സാറ്റർഡേ ആണെങ്കിൽ 15 വേണം നമ്മളത് എന്ത് ചെയ്യാൻ. ഗോട്ട് ഇറ്റ്? അങ്ങനെ അവർ തമ്മിൽ ഡിബേറ്റ് ഉണ്ടായി. നിങ്ങൾക്കറിയാമോ, ഇന്നും ക്രിസ്ത്യാനിറ്റിയിൽ ഏഷ്യയിലുള്ള എത്യോപ്യയിലുള്ള ചില ചർച്ചുകൾ സൺഡേയിലല്ല അവർ ഈസ്റ്റർ പറയുന്നത്, ആ നിസാൻ 14 ആണ് അവർ ഈസ്റ്റർ പറയുന്നത്. So the other side said that we have to celebrate Easter on a Sunday. So we cannot restrict to one day, Nisan, the month of Nisan at the 14th day. So it's still several churches in the Ethiopian area, they still celebrating Easter on a specific other day, Nisan, the 14th month of Nisan. അതുകൊണ്ട് ഇത് ജാതികളൊക്കെ അടിച്ചുകൊണ്ട് പോയായിരിക്കും, പക്ഷേ ഈസ്റ്റർ എന്നുള്ളത് ഇറ്റ്സ് എ ക്രിസ്ത്യൻ ഹോളിഡേ. Maybe the Gentiles took it away, that word and the celebration, but the word Easter first came by Polycarp. ഈസ്റ്റർ എഗ്ഗും ഈസ്റ്റർ ബണ്ണിയും ഒക്കെ ഒത്തിരി ഒന്നും ആയില്ല. ഈസ്റ്റർ എഗ്ഗ് 13th സെഞ്ച്വറിയിലൊക്കെ ഒരു ഹിസ്റ്ററി ഉണ്ട്. 13th സെഞ്ച്വറിയിൽ ഈ റാബിറ്റൊക്കെ വന്നത് കുറച്ചൊക്കെ ആയതുള്ളൂ. അതായത് ഈ വിൻ്റർ മാസം കഴിഞ്ഞിട്ട് സമ്മർ ആകുമ്പോഴത്തേക്ക് റാബിറ്റിനെയൊക്കെ നമ്മൾ കാണുകയല്ലേ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. പക്ഷേ ഈസ്റ്റർ എന്നുള്ളത് ന്യൂ ബിഗിനിങ്, പാസ്ക എന്നൊരു വാക്കാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം, നമ്മളെ സത്യത്തിൽ പറയേണ്ടത് ഹാപ്പി ഈസ്റ്റർ. നാളെ എന്നെ IPC ഒന്നും പുറത്താക്കിയാലേ എനിക്കറിയാൻ പറയാം, നിങ്ങൾ എന്നെ ഓടിരുന്നു. So basically the Easter bunny or Easter egg, all those stories and all those histories recently came around 13th century, but literally the Easter, the word meaning is new beginning. പാസ്ക. ഞാൻ നല്ലൊരു ആർട്ടിക്കിളോട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ബൈബിൾ സർമണിലേക്ക് പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന യങ്സ്റ്റേഴ്സൊക്കെ ടീനേഴ്സൊക്കെ ഉപയോഗിക്കുന്നൊരു സൈറ്റുണ്ട്, ഗോഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നൊരു സൈറ്റുണ്ട്. ഗോഡ് ക്വസ്റ്റ്യൻസ് പലരും ഉപയോഗിക്കുന്നതാണ്. അതിനകത്ത് ഈ കാര്യം നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി, വെരി ഗുഡ് ആർട്ടിക്കിൾ അവൈലബിൾ. അത് ദൈവമക്കളുടെ ഒരു സൈറ്റാണ്. ഈസ്റ്റർ എ പേഗൺ ഫെസ്റ്റിവൽ എന്നൊരു ആർട്ടിക്കിൾ അതിനകത്തുണ്ട്. എക്സലൻ്റ് ആയിട്ട് അവരത് എഴുതി നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വായിച്ചാൽ മതി. I like to encourage all of the church members, if you get a chance, go to the website called God Questions, and if you search for Easter, then you will get a very excellent article. ഓക്കെ, നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. 3 മുതൽ 8 വരെയുള്ള വാക്യം, Where the verses which we read has a very relevance. ഇനി എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ വളരെ സീരിയസ് ആയിട്ട് വേണം. Now I need very undivided attention from all of you. ഇന്ന് നമ്മുടെ പാട്ടുകാർ പാടിയ എല്ലാ പാട്ടും കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു അല്ലേ? All of the songs which the singers sang today was about the resurrection of our Lord and Savior. അതുകൊണ്ട് എൻ്റെ സെർമണിൻ്റെ ടോപ്പിക് ഇതാണ്, വാട്ട് പ്രൂവ്സ് ദ റിസറക്ഷൻ. ദ സെക്കൻഡ് പാർട്ട്, വാട്ട് ഡസ് ദ റിസറക്ഷൻ പ്രൂഫ്. 2 കാര്യം കിട്ടിയോ? 1, റിസറക്ഷൻ്റെ തെളിവുകൾ എന്താണ്. 2, റിസറക്ഷൻ ഉയർപ്പ് എന്തൊക്കെയാണ് തെളിയിക്കുന്നത്. ഈ 2 ഭാഗം ഞാൻ നിങ്ങളോട് പെട്ടെന്ന് പറയാൻ പോവാണ്. My sermon today is what proves the resurrection and what the resurrection proves. What does the resurrection prove? 3 മുതൽ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ നമ്മുടെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. We can see in verse 4 in English, 1 Corinthians chapter 15:4, that he was buried and that he was raised on the 3rd day according to the scriptures. കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. For I delivered to you as of first importance what I also received. അവിടെ 2 പദം കേട്ടോ, I received and I delivered. We can see very clearly, ഞാൻ പ്രാപിക്കുകയും ഞാൻ ഏൽപ്പിച്ചു തരികയും. അവിടുത്തെ ഒരു പേര് നിങ്ങൾ കണ്ടായിരുന്ന, കേഫാവ് എന്നാണ് പീറ്ററിനെ വിളിച്ചേക്കുന്നത് അല്ലേ? We can see here Peter was addressed in the name Cephas. അങ്ങനെങ്കിൽ കേഫാവ് എന്ന പീറ്ററിനെ വിളിച്ചത് എപ്പോഴാണെന്നറിയാമോ? ദ ബിഗിനിങ് ഓഫ് ഹിസ് മിനിസ്ട്രി. ശരിയാണോ? ആരംഭത്തിലാണ് കേഫാവ് എന്നുള്ള ആ പേര് ജെറുസലേമിൽ വിളിക്കുന്നത്. പിന്നീട് കേഫാവ് അല്ല, പിന്നീട് പീറ്റർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. The beginning of ministry, Peter was addressed as Cephas. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ?
ഒന്നാം നൂറ്റാണ്ടിൽ നമ്മുടെ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആ മാസങ്ങളിൽ തന്നെ ഒന്നാം നൂറ്റാണ്ടിലെ സഭ ഒരുമിച്ച് പറഞ്ഞ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫെയ്ത്താണ്, അവരുടെ ക്രീഡാണ് നമ്മൾ വായിച്ച ഈ 3 വാക്യങ്ങൾ. അന്ന് എഴുതപ്പെട്ട ബൈബിൾ അവർക്കില്ല. അപ്പോസ്തലന്മാർ പറഞ്ഞു കൊടുത്ത അറിവാണുള്ളത്. കർത്താവിനെ കണ്ട ചില സാക്ഷികൾ അവിടെ ഉണ്ട്. അവർ സഭായോഗത്തിന് കൂടി വരുമ്പോൾ ഒരുമിച്ച് ഒരുമിച്ച് അവരുടെ ക്രീഡ് അവർ പ്രൊക്ലെയിം ചെയ്യുമായിരുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പന്തിരവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നല്ലോ. പോളിത് കിട്ടിയതാണ്, കൈമാറി കിട്ടിയതാണ്. അതെന്ത് ചെയ്തു? സഭയ്ക്ക്, അടുത്ത ജാതീയ സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ദിസ് ഈസ് ദ ക്രീഡ് ഓഫ് ഫസ്റ്റ് സെഞ്ചുറി ചർച്ച്. Amen. Paul was given. This is actually the creed of the first century church. We can see they were proclaiming this creed by saying this: Lord Jesus Christ was buried and that he was raised on the 3rd day according to the scriptures, and that he appeared to Cephas, then to the 12. പ്രിയപ്പെട്ടവരെ, ഫസ്റ്റ് സെഞ്ചുറിയിലൊക്കെ ഉണ്ടല്ലോ, ഫസ്റ്റ് സെഞ്ചുറിയിൽ, ആദ്യ സെഞ്ചുറിയിലൊക്കെ നിങ്ങൾ ഈ അടുത്ത കാലത്തൊക്കെ ഓർത്തഡോക്സ് സഭയിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ട് വന്നിട്ടുള്ളവർക്കറിയാം, അവിടുത്തെ നിക്കിയായിലും കോൺസ്റ്റാന്റിനോപ്പിൾ, എഫസോസിലും എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു ക്രീഡ് ഉണ്ടായിരുന്നല്ലോ. അത് പറയുന്ന നിന്നോണ്ടായിരുന്നു. ഒന്നാം നൂറ്റാണ്ടിലെ സഭ ഈ ക്രീഡ് പറഞ്ഞത് എഴുന്നേറ്റ് നിന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആ വാക്യം കണ്ടോ? The first 2 verses is explaining what is gospel. The creed, we can see the first century church recited, and he was saying, and they usually said this creed by standing with an ovation of standing, and they were saying he was buried and that he was raised on the 3rd day according to the scriptures. ഇതിനെപ്പറ്റി പഠനം നടത്തിയവർ പറഞ്ഞതെന്നറിയാമോ? ഒന്നാം നൂറ്റാണ്ടിലെ സഭയുടെ ആരംഭത്തിൽ തന്നെ, ജെറുസലേമിലെ സഭ ഉണ്ടായ ഉടനെ തന്നെ അവരെഴുതിയ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്രീഡാണിത്. നമ്മുടെ കർത്താവ് തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, നമ്മുടെ കർത്താവ് തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തു, നമ്മുടെ കർത്താവ് കേഫാവിനും പന്തിരവർക്കും പ്രത്യക്ഷനായി. First century itself, this is the gospel or the creed, very clearly written that Christ died for our sins according to the scriptures, and that he was buried and that he was raised on the 3rd day according to the scriptures. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാം. ലോകത്തിലെ ക്രിറ്റിക്സ് ആയിട്ടുള്ള, സ്കെപ്റ്റിക്സ് ആയിട്ടുള്ള ആളുകൾ യേശുവിൻ്റെ ഉയർപ്പിനെ ഏതെല്ലാം നിലയിൽ ഡിസ്പ്രൂവ് ചെയ്യാൻ നോക്കിയോ, അതിൻ്റെ മറ്റേ അറ്റത്ത് ഒരു കൂട്ടം ഭക്തന്മാർ, ഒരു കൂട്ടം സ്കോളേഴ്സ് ഇതിനെപ്പറ്റി പഠനം നടത്തിയിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? ലോകത്തിൽ ഒരു ചരിത്രകാരനും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നിഷേധിക്കാൻ പറ്റില്ലെന്നാ. Amen. Several scholars and several atheists and several people are trying and arguing that Christ was not buried, Christ was not resurrected, but no one was able to prove, because this is the proof according to the scripture that Christ died for our sins and that he was buried and that he was raised on the 3rd day according to the scriptures, and nobody can contradict this truth. The resurrection is the crowning event in God's redemptive history. Resurrection is the cornerstone of Christianity. It is the foundation of the gospel. Amen. ഉയർപ്പ് എന്നുള്ളത് നമ്മുടെ അടിസ്ഥാനവും നമ്മുടെ പരമപ്രധാനവുമായ സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചൊരു കാര്യം പറയാം. ഉയർപ്പ് നടന്നില്ലായിരുന്നെങ്കിൽ ന്യൂ ടെസ്റ്റ്മെന്റ് എഴുതുമായിരുന്നോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. If there was no resurrection, will there be this New Testament? If Jesus had not risen, the New Testament would never have been written. Amen. അല്ലേ? ഉയർപ്പ് നടന്നില്ലായിരുന്നെങ്കിൽ പുതിയ നിയമം എഴുതുകയില്ലായിരുന്നു, ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടാകുകയില്ലായിരുന്നു, യേശു കർത്താവ് ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായേനെ. പക്ഷേ അവിടുന്ന് ഉയർത്തു എന്നുള്ളത് ഹിസ്റ്റോറിക്കലി ഫാക്റ്റാണ്. Amen. If Jesus Christ was not risen, then this New Testament would not have been given or would not have been existing. But since the resurrection is a truth, that is the reason we are still reading this and the Christianity is growing. Praise the Lord. Hallelujah. സത്യത്തിൽ ഈസ്റ്റർ ഇന്റർപ്രറ്റ് ഗുഡ് ഫ്രൈഡേ, റൈറ്റ്? Amen. ഇവിടുന്ന് ഉയർത്തുകൊണ്ടല്ലേ നമുക്ക് ഗുഡ് ഫ്രൈഡേ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നേ.
Since there is a resurrection day, that is the only reason we can interpret very clearly the Good Friday. Resurrection is the divine validation from God. I accepted the sacrifice of only begotten Son. Amen. അതുകൊണ്ടല്ലേ ഉയർത്തത്? നമ്മുടെ പിതാവാം ദൈവം പുത്രന്റെ യാഗമരണത്തെ കംപ്ലീറ്റ് ആയിട്ട് തൃപ്തനായതുകൊണ്ടാണ് യേശുവിന്റെ ഉയർപ്പ് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നത്. 1-ാം നൂറ്റാണ്ടിലെ സഭ പറഞ്ഞത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തു. Amen. Our God, our Father accepted the death of Christ the Son. That is the reason. That's what we believe, and that is Scripture very clearly mentioned that Christ died for our sins according to the Scriptures, and that He was buried, and that He was raised on the third day according to the Scripture. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഫുൾ ടൈം ഈ വേദഭാഗം പഠിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഫുൾ ടൈം Last whole week I was spending and meditating on these verses. ഞാൻ പ്രിപ്പയർ ചെയ്യുകയും പഠിക്കുകയും ചെയ്തൊരു കാര്യം ദൈവസഭയുടെ പ്രയോജനത്തിന് വേണ്ടി പറഞ്ഞുതരാം. I would like to mention one thing which will be beneficial for the congregation. ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം തിരുവെഴുത്ത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതാണ്. ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് വേറെ നിങ്ങളിനി എന്നെ സ്പേസിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് തിരിച്ചു പോരും, അത്രേ ഉള്ളൂ. Many times I repeated that the most interesting or fun fact or interesting thing in my life is to spend and meditate the word of God. Though you promise me to take me to space, still I won't enjoy that. I always cherish and enjoy meditation of the word of God. ഞാൻ ഡ്രൈവ് ചെയ്യാത്ത ഏതെങ്കിലും പിക്നിക്കിന് ആരുടെയും കൂടെ പോകാമെങ്കിൽ ബൈബിൾ സംബന്ധമായിട്ട് പുസ്തകം എൻ്റെ കാണാൻ ഞാൻ ഫുൾ ടൈം വായിക്കുമായിരിക്കും. If I was driving along, അതെന്നറിയാമോ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. എൻ്റെ ഇഷ്ടം തിരുവെഴുത്ത് വായിക്കുന്നതാണ്, അത് മനസ്സിലാക്കുന്നതാണ്. നിങ്ങൾക്ക് എൻകറേജ് ഉണ്ടാകണം. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ചെയ്തൊരു കാര്യം പറയാം. നമ്മുടെ കർത്താവിൻ്റെ ആ പാഷൻ വീക്ക് ഉണ്ടല്ലോ, മൺഡേയിൽ എന്നാ നടന്നേ, ട്യൂസ്ഡേയിൽ എന്നാ നടന്നേ, അത് മുഴുവൻ തിരുവെഴുത്തിലൂടെ പോയി മനസ്സിലാക്കാൻ കർത്താവ് ഒന്നുകൂടെ എനിക്ക് കൃപ നൽകി. ഞാൻ അതിൻ്റെ ഒരു നോട്ടും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ അടുത്ത ആഴ്ച അതിൻ്റെ സ്ലൈഡ് തരുന്നതായിരിക്കും. last whole week I was എത്ര മനോഹരമായിട്ടാണെന്നറിയാമോ മാത്യു എഴുതിയേക്കുന്നേ. ആ പാം സൺഡേ കഴിഞ്ഞ് മൺഡേയിൽ എങ്ങനായിരുന്നു, ട്യൂസ്ഡേയിൽ എങ്ങനായിരുന്നു, വെനസ്ഡേയിൽ എങ്ങനായിരുന്നു, തേഴ്സ്ഡേയിൽ എന്തൊക്കെയാണ് നടന്നത്, ഫ്രൈഡേയിൽ ആ ക്രൂസിഫിക്ഷൻ്റെ സമയത്ത് നമ്മുടെ കർത്താവ് എങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്തത്, സാറ്റർഡേയിൽ ആ റോമാക്കാർ എന്തൊക്കെയാണ് ചെയ്തത്, ആ സൺഡേയിൽ നമ്മുടെ കർത്താവ് ആർക്കൊക്കെയാണ് പ്രത്യക്ഷനായത്, ഇതെല്ലാം മനസ്സിലാക്കിയ ശിഷ്യന്മാരുടെ ക്രീഡായിരുന്നു തിരുവെഴുത്തുകളിൻ പ്രകാരം നമ്മുടെ കർത്താവ് ഉയർത്തു. Amen. Last whole week I was spending through each days of the week. Palm Sunday, what happened? And next Monday, Tuesday, Wednesday, Thursday, and the crucifixion on Friday. And after that, the resurrection on Sunday. Everything I got a chance to meditate upon. And that is why I'm strongly believing and I am cherishing the first creed of the first century church. Praise the Lord. Hallelujah. ഒന്നാമത്തെ ഭാഗം 5 കാര്യമുണ്ട്, രണ്ടാമത്തെ ഭാഗം 6 കാര്യമുണ്ട്. എത്രമാത്രം പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. പോയിന്റ് എങ്കിലും ഞാനൊന്ന് പറഞ്ഞു വിടാം. First part has several points and second part also has several points. Let me see how much I can go through with the allowed time. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ച് കേട്ടോണം. വാട്ട് പ്രൂവ്സ് ദ റിസറക്ഷൻ? എന്താണ് റിസറക്ഷൻ്റെ തെളിവ്? ഇത് ഈ ചർച്ചിൽ ആര് ചോദിച്ചാലും പറഞ്ഞോണം, ഏത് എത്തീസ്റ്റിനോടും പറഞ്ഞോണം, ആർക്കും ഡിഫെൻഡ് ചെയ്യാൻ കഴിയത്തില്ല. ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കലി പ്രൂവൺ. Amen. What proves the resurrection? If anybody asks any one of this congregation, we should be ready to answer because it is historically proven. ഇതിനകത്ത് സങ്കടം എന്നാ പറയുക, നമ്മുടെ ഇടയിൽ തന്നെ ആൾക്കാരുണ്ട് ഇതൊക്കെ നടന്നായിരിക്കും ഇല്ലായിരിക്കും, യോഗത്തിന് എല്ലാവരും കണ്ടാൽ വരുന്നു പോകും ദാരിസല്ലേ. പക്ഷേ അങ്ങനെയുള്ളവരോട് ഞാൻ പറയാം, എനിക്ക് നിങ്ങളുടെ ആശയത്തെ തിരുവെഴുത്ത് കൊണ്ടും ഹിസ്റ്ററി കൊണ്ടും 100% കണിച്ചു കളയാൻ പറ്റും. 100%. There are several people in the Christianity also, they doubt whether these things happened or not. But I strongly say that with history as well as with scripture, I can debate and I can prove that the resurrection is real. ഒന്നാമത്തെ റിസറക്ഷൻ്റെ തെളിവ് എന്നാ പറയുക? First evidence of the resurrection. The disciples died for the belief. Amen. The disciples died for their belief. അന്ന് വരെ പേടിയല്ലായിരുന്നോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Amen. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർക്കും, ആ ഇസ്ലാമിന് വേണ്ടി ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? There are sincere ആയിട്ടുള്ള ആളുകൾ Hallelujah. അതിനു വേണ്ടി മരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ
ഡിസൈപ്പിൾസ് മരിച്ച എങ്ങനെയാണെന്നറിയാമോ? അവർ സിൻസിയർ ആണെന്ന് മാത്രമല്ല, അവരതിന്റെ ഐ വിറ്റ്നസ് ആണ്. മനസ്സിലാവുന്നോ? Amen. The disciples. ഖുറാന് ഐ വിറ്റ്നസ് ഇല്ല. Amen. ലോകത്തിൽ ഒരു റിലീജിയസ് ഡോക്യുമെന്റിനും ഐ വിറ്റ്നസ് ഇല്ല. എന്നാൽ ബൈബിളിന്റെ ഇൻസിഡന്റിന് ഐ വിറ്റ്നസ് ഉണ്ട്. അതുകൊണ്ടാണ് ഡിസൈപ്പിൾസ് മരിക്കാൻ തയ്യാറായത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് proof of resurrection. Amen. There were several eyewitnesses during the time of this crucifixion, and also for the resurrection there were eyewitnesses. That is the reason the disciples had strong faith to be martyred or to die for this faith. Maybe you might have argued that Muslims are also dying for their faith, but there is no evidences for any of the proofs for their belief. But here the disciples saw literally with their eyes the resurrected Jesus Christ. That's why they were courageous to die for this faith. Praise the Lord. Hallelujah. സ്റ്റീഫൻ നിൽക്കുകയാണല്ലേ? Hallelujah. Stephen was standing as going to be ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അവർ മരിക്കാൻ തയ്യാറാണ്. ഭയമില്ല. കാര്യം എന്നാ? അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയത്, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ തൊട്ടതുമായ ജീവന്റെ വചനം എന്ന് പറഞ്ഞാൽ they were the eyewitnesses of all the event happened on that days. Hallelujah. That is the reason. One example, John, he wrote in this way, what was from the beginning, what we have heard, what we have seen with our eyes, what we have looked at and touched with our hands concerning the word of life. First proof. That is the first proof. ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? Are anyone able to contradict this proof? രണ്ടാമത്തെ തെളിവ്. Hallelujah. Second proof. The conversion of skeptics. അത് ഞാൻ പറഞ്ഞുതരാം എന്നാണ്. The conversion of skeptics. യേശു ജീവിച്ചിരുന്നപ്പം യേശുവിൻ്റെ സഹോദരന്മാർ ആരേലും കർത്താവിൽ വിശ്വസിച്ചായിരുന്നോ? During the life of Jesus, during his stay on this earth, any of his brothers believed in him? No. The family members didn't believe in him. വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, Didn't have any faith. എതിരായിരുന്നു. Actually, the family members were against with him. അവർ എക്സ്പെക്ട് ചെയ്ത ഒരാളേ അല്ലത്. They never expected a person like that. എന്നാൽ നിങ്ങൾക്കറിയണോ, ഒന്നാം നൂറ്റാണ്ടിലെ സഭയുടെ എൽഡർ ആരായിരുന്നു ജെറുസലേമിൽ? Amen. Do you know? യാക്കോബായിരുന്നു. കാരണം എന്നാ? അവരുടെ ക്രീഡിന്റെ സെക്കൻഡ് പാർട്ടിൽ എഴുതിയേക്കുന്ന കണ്ടോ, പിന്നെ അവൻ കേഫാവിനും യാക്കോബിനും പ്രത്യക്ഷനായി. Amen. First century, the leader was James, the brother of Jesus. We can see here, he appeared to Cephas, then to the 12, then he appeared to James. എങ്ങനെയാ സ്കെപ്റ്റിക് ആയിരുന്ന ജെയിംസ് ക്രിസ്ത്യാനിയായത്? Do you know how the skeptic James became a Christian? That is a second proof of his resurrection. That is the second proof for his നിങ്ങൾ resurrection. കണ്ടോ, ഒരു പുസ്തകത്തിൽ തന്നെ രണ്ട് കാര്യം എഴുതിയേക്കാണ്. Hallelujah. സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചിരുന്നില്ല, ആ സഹോദരൻ പിന്നീട് സഭയുടെ എൽഡറായി. The brothers of Jesus didn't believe him during his stay on this earth, but after the resurrection, that brother James became the elder of the first century church. രണ്ടാമത്തെ സ്കെപ്റ്റിക് ആരാന്നറിയാമോ? നമ്മുടെ ഫേവറേറ്റ് പോളാണ്. The second skeptic was favorite Paul. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഉയർത്ത കർത്താവിനെ കണ്ട ആ പർട്ടിക്കുലർ മൂമെന്റിൽ തൻ്റെ സകല അപ്ബ്രിങ്ങിങ്ങും മറന്നു. Amen. ശരിയാണോ? Amen. ഇതുവരെ താൻ എന്ത് പഠിച്ചോ? Hallelujah. ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ ഇടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട്. ഈ പോളിനെ ജൂസിൻ്റെ അപ്പോസ്തലനാക്കുമായിരുന്നെങ്കിൽ പോളിന് ഒത്തിരി എളുപ്പമായിരുന്നു. കാര്യം എന്നാ? ഹീ നോസ് ഓൾ ദ തിയോളജി ഓഫ് ജൂസ്. പക്ഷെ കർത്താവ് എന്തിനാ വിളിച്ചേ? Gentiles. ഒന്നും നടക്കില്ല, ഒന്നേ തുടങ്ങണം. മനസ്സിലാവുന്നോ? Amen. Paul was such a big skeptic, but the time when he had a personal encounter with this Lord Jesus Christ, he submitted everything. He subdued. He completely went against his upbringing. Amen. He completely went against his upbringing. ശരിയാണോ? That is the second proof. എനിക്കത് വിശദമാക്കാൻ ഞാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്കൊരു പുസ്തകം പറഞ്ഞുതരാം. ദ കേസ് ഫോർ ക്രൈസ്റ്റ് എന്നൊരു ബുക്കുണ്ട്, നിങ്ങൾ മേടിച്ച് വായിക്കണം. 10 മില്യൺ എങ്കിലും സോൾഡ് ഔട്ട് ചെയ്ത ബുക്കാണ് ഇവിടെ. എ കേസ് ഫോർ ക്രൈസ്റ്റ്.
A Case for Christ, a beautiful book is there. If anybody has a chance to buy that book, The Case for Christ, and read it. മൂന്നാമത്തെ എവിഡൻസ്, The third evidence. ചേഞ്ചസ് ടു കീ സോഷ്യൽ സ്ട്രക്ചേഴ്സ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. Amen. They saw changes to key social structures. നമുക്കറിയാം യേശുവിൻ്റെ കാലത്തെ യഹൂദന്മാർ 700 വർഷമായിട്ട് അടിമത്തത്തിലാണ്. 700 വർഷമായിട്ട്. During the time of Jesus' life on this earth, Jews were under a captivity for almost 700 years. ശരിയല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? We all are aware of that fact. നമ്മുടെ മക്കള് അല്ലെ നമ്മൾ അമേരിക്ക വന്ന് 10 വർഷം കഴിയുമ്പോൾ അമേരിക്കനാവും. ശരിയാണോ? If we came to the United States within actually for almost 10 years, we will become almost like an American. എന്നാൽ യഹൂദന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? But do you know the importance or the specialty of a Jew? അവൻ 10 വർഷമല്ല 1000 വർഷമായാലും അവൻ യഹൂദൻ തന്നെയായിരിക്കും. No, not only just 10 years, though it became 1000 years, Jew became a Jew. Jew will remain as a Jew. ഇവർ 700 വർഷം പ്രവാസത്തിലായിരുന്നു, പക്ഷേ ഇവർ യഹൂദൻ തന്നെയായിരുന്നു. ശരിയാണോ? Jews were under the captivity for almost 700 years, but still Jews kept there as Jews. അവരേത് രാജ്യത്താണോ അവരവിടെ യാഹുവെ വിളിക്കും. Wherever they are landed, they call their Yahweh. അവരുടെ സോഷ്യൽ സ്ട്രക്ചർ ഒരിക്കലും മാറുകയില്ല. 2000 വർഷം മുമ്പ് എഴുതിയ ഈ പുസ്തകത്തിനകത്തെ ഫെസ്റ്റിവൽ ഇന്നും അവർ ആഘോഷിക്കുന്നുണ്ട്, ഒന്നും വിടാതെ. 2000 years before this book was written, still Jews are actually celebrating all the historical festivals. നിങ്ങൾ നോക്കിയേ, യഹൂദന്റെ കാലത്തുണ്ടായിരുന്ന മറ്റെന്തെങ്കിലും സിവിലൈസേഷൻ ഇന്നുണ്ടോ? Just imagine any of the civilization currently existing during the time of Jews ഇല്ല. period. അന്നത്തെ കാലത്തുണ്ടായിരുന്ന റോമൻസ് ഇന്നുണ്ടോ? At the ബാബിലോണിയൻസ് ഇന്നുണ്ടോ? ഹിറ്റൈറ്റ്സ് ഇന്നുണ്ടോ? മേദ്യ പേർഷ്യ ഇന്നുണ്ടോ? അതിൻ്റെ അർത്ഥം എന്നാ? യഹൂദൻ തൻ്റെ സോഷ്യൽ സ്ട്രക്ചർ വിട്ട് അവൻ്റെ ഫെയ്ത്ത് വിട്ട് ഏത് രാജ്യത്ത് പോയാലും ഒരിടത്തോട്ട് മാറുകയില്ല. Amen. If we search, there are many historical figures were forgotten. There were no Amorites or Mediates or Persians or any that type of, but Jews are still remain as Jews. പക്ഷേ ഉയർപ്പ് കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചെന്നറിയാമോ? But after the resurrection, what happened? ഉയർപ്പ് കഴിഞ്ഞപ്പോൾ അവരുടെ മതത്തെ അവർ വിട്ടു. ശരിയാണോ? After the resurrection, Jews left their നിങ്ങൾ religion. ആക്ട്സ് ആദ്യത്തെ 7 അധ്യായം വായിച്ചു നോക്കിയാൽ 1010,000 people are following after Christ. Amen. We can see in the Acts of the Apostles, we can see thousands and thousands of Jews left their religion and followed the Jesus Christ. കണ്ടോ, അവരുടെ സോഷ്യൽ സ്ട്രക്ചർ മാറി. They changed their key social structures. That is the third evidence our Lord has risen from dead. Amen. That is the third evidence. Jews changed their key social structure. That is a strong third evidence for our resurrection of our Lord and Savior Jesus Christ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് പീറ്ററിന്റെ പ്രസംഗം ഒന്ന് വായിച്ചു നോക്കണം. നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവിനെ കർത്താവ് ഉയർപ്പിച്ചു എന്നതിന് ഞങ്ങൾ സാക്ഷികൾ. Amen. In the book of Acts of Apostles chapter 2, we can see the strong sermon the day of Pentecost. Peter's sermon, he was saying that you crucified the Christ, but God raised him from the dead. അവർക്കുണ്ടായ 6 ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. And I like to mention 6 changes for Jews. അന്ന് വരെ ഉണ്ടായിരുന്ന ആനിമൽ സാക്രിഫൈസ് നിർത്തി. They stopped the animal sacrifices. Until that day, they were observing animal sacrifices. They stopped it. യേശുവിനെ പിടിക്കുന്നതിന്റെ തലേദിവസം ഉണ്ടായിരുന്ന സാക്രിഫൈസ്. ശരിയാണോ? The day of capture of Jesus Christ, the day before also there was animal sacrifice. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് 50 ലക്ഷം മൃഗങ്ങളെ വരെ കൊല്ലുമായിരുന്നെന്നാണ് പറയുന്നത്. 50 ലക്ഷം. 50 million animals, 5 million animals were captured and killed for a festival, for their നമ്മുടെ sacrifice. കർത്താവ് ഉയർത്തത് കൊണ്ട് ഒരു ഗ്രൂപ്പ് യഹൂദന്മാർ സാക്രിഫൈസ് നിർത്തി.
Because of the resurrection of Jesus Christ, a group of Jews stopped sacrificing. മോശയുടെ ലോ കീപ്പ് ചെയ്യുന്നത് നിർത്തി. ശരിയാണോ? They stopped following Moses' laws. ശബത്ത് ഒബ്സർവ് ചെയ്യുന്നത് നിർത്തിയിട്ട് സൺഡേ കൂടാൻ തുടങ്ങി. They stopped observing the Sabbath on Saturday and they started to gather together and worship on Sunday. അവർക്ക് യാഹോവ ഏകം തന്നെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ പറയാൻ തുടങ്ങി ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. മോണോതീസത്തിൽ നിന്ന് അവർ ട്രിനിറ്റേറിയൻ ഫെയ്ത്തിലേക്ക് വന്നു. Amen. They were once saying that Yahweh alone, but they changed God the Father, God the Son and God the Holy Spirit, monotheism to Trinitarian. ഇതിനെല്ലാം കാരണം എന്നാണെന്നറിയാമോ? Do you know what are the reason or what is the reason behind this? They had seen Jesus risen from the dead. They have seen the resurrected Jesus Christ. Hallelujah. 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 എനിക്ക് ഞാൻ മണിക്കൂറുകൾ എക്സ്പ്ലെയിൻ ചെയ്യാതൊക്കെ നിന്നുണ്ട്. ഇന്നും യഹൂദനെ ഒബ്സർവ് ചെയ്യുക. പക്ഷെ ഒരു ഗ്രൂപ്പ് ആളുകൾ യാഗം വേണ്ട, ന്യായപ്രമാണം വേണ്ട, ശബത്ത് വേണ്ട, ഞങ്ങൾക്ക് മോണോതീസിൽ നിന്ന് ട്രിനിറ്റിയിലേക്ക് വരണം, ഞങ്ങൾക്ക് സഫറിംഗ് മശിഹായ വേണം എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ആളുകൾ ഇറങ്ങി കാര്യം ഞങ്ങൾ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷികൾ. A group of Jews stopped following Moses' laws or sacrifices and they stopped going on Sabbath and celebrating Sabbath and they became, instead of monotheistic, to Trinity, belief of Trinity, and a group of Jews proclaimed that we need Jesus Christ. നാലാമത്തെ തെളിവ്, The fourth evidence of our Lord's resurrection. എനിക്ക് നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഒരു സുഖം തോന്നുന്നില്ല. ഒരു ഇച്ചിരി ഒന്ന് ആക്റ്റീവായിട്ടിരുന്നേ. Hallelujah. നിങ്ങളൊക്കെ ഉറക്കം പ്രൈസിലോട് പറഞ്ഞു, എനിക്ക് ഒരു പ്രശ്നമില്ല. Praise you, Jesus. Praise you, Jesus. Amen. Hallelujah. Praise the Lord. Praise you. Praise you. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ യോഗം ഒരു കൺവെൻഷൻ ആയിരുന്നെങ്കിൽ എത്ര മനോഹരമായിട്ട് ഇത് പറയായിരുന്നു. ശരിയാണോ? Hallelujah. സ്തോത്രം. Hallelujah. നാലാമത്തെ തെളിവ് എന്നാണെന്നറിയാമോ? Amen. സ്തോത്രം. ഒരാളുടെ മരണം ആഘോഷിച്ചിട്ട് മരണത്തെ ഓർത്ത് ആഹാരം കഴിക്കാനും ഫുഡ് കഴിക്കാനും തുടങ്ങി ഉയർപ്പിന് ശേഷം. അതായത് കമ്മ്യൂണിയൻ സർവീസ് ഇതിനകത്തേക്ക് കയറി വന്നു. എന്താ കമ്മ്യൂണിയൻ സർവീസ്? Hallelujah. കർത്താവ് മരിച്ചുയർത്തെന്നും പറഞ്ഞ് അപ്പം കഴിച്ചിട്ട് എല്ലാവരും ഇരുന്ന് ആഹാരം കഴിക്കുക സന്തോഷത്തോടെ. എവിടെ എങ്ങനെ കണ്ടിട്ടുണ്ടോ അപ്പം മരിച്ചു പോയി അന്ന് പിന്നെ ആഹാരം കഴിച്ചേക്കാവുന്ന? ഇല്ലല്ലോ. Hallelujah. പിന്നെ Hallelujah. സ്തോത്രം. ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലായോ? Amen. Hallelujah. The next evidence is they started to celebrate communion service. They started to remember the death and the resurrection of our Lord Savior Jesus Christ. Have we ever seen a person's death is being celebrated in this way? ഇത് വെരി ഫസ്റ്റ് സെഞ്ചുറി ഡോക്യുമെന്റ് ആണെന്ന് കൂട്ടണം. This is the very first century document. ഒരു ഭക്തൻ പറഞ്ഞത് they celebrated his execution because they were convinced that they had seen him alive from the tomb. Hallelujah. Hallelujah. One man of God said that they celebrated his execution because they saw him alive. Praise the Lord. Praise the Lord. Hallelujah. ജോൺ എഫ് കെന്നഡിയെ ഒരാൾ കൊല്ലുമായിരുന്നല്ലേ? We all are familiar. John F. Kennedy was being killed by a man. അദ്ദേഹം മരിച്ചു വന്ന എല്ലാവർക്കും കൂടെ നമുക്ക് ഇന്ന് സന്തോഷത്തോടെ ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് ഈ രാജ്യസ്നേഹികളായ ആരെങ്കിലും കൂടുവോ? ഇല്ല. Have you ever seen that we are celebrating, oh, John F. Kennedy was dead, so we can celebrate for that? അമേരിക്കയോട് സ്നേഹമുള്ള ആരും കൂടുതല. Those who love the nation America, they won't celebrate the death of John F. Kennedy. പക്ഷെ കർത്താവിന്റെ മരണശേഷം അവർ സന്തോഷിച്ചെന്നാ വായിക്കുന്നത്. But we are reading. സഭ കൂടി വന്നപ്പം അവര് സന്തോഷിച്ചു, ഒരുമിച്ച് ആഹാരം കഴിച്ച കാര്യം എന്നാ? ഉയർത്ത കർത്താവിനെ അവര് കണ്ടു. But the church, when they saw that Jesus Christ's resurrection, then they celebrated his death because they came together and ate and they became glad. അഞ്ചാമത്തെ പ്രൂഫ് എന്നാണെന്നറിയാമോ? The fifth proof. The emergence of the church. Amen. The emergence of church. അന്ന് വരെ ഇങ്ങനൊരു ഗ്രൂപ്പ് ഇല്ല. Until that day, there was a group called Christians. അന്ന് തുടങ്ങിയതാണ്. And from that day, the emergence of the church. അതിൻ്റെ ഒരു അത്ഭുതം കേൾക്കണോ? വിതിൻ 20 years ചർച്ച് സീസറിന്റെ പാലസ് വരെ എത്തി. Within 20 years. Within 20 years, the church came into Caesar's palace. അങ്ങനല്ലേ നമ്മൾ ഫിലിപ്പിയൻസിൽ വായിക്കുന്നേ? That is how we are reading. In Philippines. In Philippians, the book of Philippians.
Yeah. 5 എവിഡൻസ് ഇനിയും പറയാൻ സമയമില്ല. എനിക്കൊരു 6 വാട്ട് ഡസ് ദ റിസറക്ഷൻ പ്രൂവ് എന്നുകൂടെ പറയണം. Amen. Hallelujah. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു സന്തോഷം ഉണ്ടാകാൻ സാധ്യതയില്ലേ? ഇതുപോലെ Hallelujah. Hallelujah. ഇത്ര എവിഡൻസ് പോരെ നമ്മുടെ കർത്താവ് ഉയർത്തെന്ന് പറയാൻ? Amen. Stotram. These are, is this enough? Are these evidences enough to prove that our Lord Jesus Christ is a resurrected God? These are the reasons which proves resurrection. The willingness of the disciple to suffer and even die for what they experienced. Amen. Hallelujah. The revolutionized life of skeptics like James and Saul. Amen. is a radical change in social structures cherished by Jews for centuries. Hallelujah. The sudden appearance of communion and the amazing emergence and growth of the church from Jerusalem to the end of the world. Hallelujah. Hallelujah. Can you say praise the Lord? Hallelujah. Praise you, Jesus. Hallelujah. 6 ഉയർപ്പ് കൊണ്ട് തെളിയിക്കുന്ന ഒരു 6 കാര്യം കൂടെ പറയാം. അത് 10 മിനിറ്റ് കൊണ്ട് എനിക്ക് 6 കാര്യം പറയണം. എത്രമാത്രം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. What the resurrection proves, that I need to explain 6 points. ഒന്നാമത്തെ കാര്യം, First thing, what the resurrection proves. the truth of the word of God. അതാണ് ഒന്നാമത് പ്രൂവ് ചെയ്യുന്നത്. First, it proves the truth of the word of God. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാര്യം എന്നറിയാമോ? Do you know why I am mentioning that way? നമ്മൾ വായിച്ച 3ഉം 4ഉം വാക്യം ശ്രദ്ധിച്ചായിരുന്നോ? Have you noticed it, verses 3 and 4? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. We just read in verses 3 and 4 that Christ died for our sins according to the scriptures, and that he was buried and that he was raised on the 3rd day according to the scriptures. അന്നേരം എന്താ ഈ തിരുവെഴുത്തെന്ന് പറയുന്നത്? What is the scripture? സ്പെഷ്യലി അവിടെ എഴുതിയേക്കുന്നത് ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ കാര്യമാണ്. Specifically, it was mentioned about the Old Testament. അന്നേരം തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് രാവിലെ ഐസയ 53 വായിച്ചില്ലേ? Today morning we read Isaiah 53. കർത്താവ് ജനിക്കുന്നതിന് 500-1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ആ തിരുവെഴുത്ത് പോലെ തന്നെ Hallelujah. Hallelujah. ഒരു വാക്കിനും ഒരു വള്ളിക്കും ഒരു പുള്ളിക്കും വ്യത്യാസമില്ലാതെ നമ്മുടെ കർത്താവ് ജനിച്ചു, നമ്മുടെ കർത്താവ് ജീവിച്ചു, നമ്മുടെ കർത്താവ് മരിച്ചു, നമ്മുടെ കർത്താവ് ഉയർത്തു. അതാണ് 1-ാം നൂറ്റാണ്ടിലെ സഭ ഏറ്റുപാടിയത്. അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തു. റിസറക്ഷൻ proof is the truthfulness of the word of God. Amen. We can see in the Old Testament, especially in the book of Isaiah, there was a prophecy about the birth of Jesus and his suffering and his resurrection. That is why I can say that the truth of the word of God is proving the resurrection. നിങ്ങൾക്കറിയാമോ, പീറ്ററിന്റെ 1-ാമത്തെ പ്രസംഗത്തിന് അദ്ദേഹം വാക്യം എടുക്കുന്നത് സാം നമ്പർ 16 നിന്നാണ്. Amen. 1000 വർഷം മുമ്പ് എഴുതിയതാ ആ പാട്ട്. First sermon by Peter in the first century church, Peter was quoting the scripture from the book of Psalms. It was written almost 1000 years before. Praise the Lord. ഒന്ന് ആലോചിച്ച് നോക്കിയേ. Yeah. അതെടുത്തിട്ട് പറയുക, അതേണ്ടേ തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ, And he മോശയും പ്രവാചകന്മാരും പറഞ്ഞതുപോലെ തന്നെ. എമ്മോസിലേക്ക് പോയവരോട് യേശു പറഞ്ഞില്ലേ, മോശയും പ്രവാചകന്മാരും പറഞ്ഞത് തന്നെ. തിരുവെഴുത്തുകളിൻ പ്രകാരം. And based on the word of God, that is, we can see a beautiful example in the Peter's sermon. The day of Pentecost, he was mentioning about David from his psalm, and also from Moses, and different Old Testament prophets were mentioned in his first speech. സ്തോത്രം. Praise the Lord. Hallelujah. ഏതൊക്കെ പറയണമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഒരു കാര്യം കിട്ടിയോ? ഞാൻ 3 നിലയിലുള്ള പ്രൊഫസി നോട്ട് ചെയ്തിട്ടുണ്ട് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്ന്. അതെല്ലാം നടക്കുന്നത് 600 വർഷവും ഇൻ ബിറ്റ്വീൻ 600 years and 1000 years. അന്ന് എഴുതിയത് അവിടെ നിന്നാണ് പീറ്റർ എടുക്കുന്നത്. പീറ്റർ എടുക്കുന്ന അതേ കാര്യം പോൾ അതേ കാര്യം എടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, ദേ ഇതുപോലെ തന്നെ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ക്രീഡ് തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തു,
ഞങ്ങൾക്ക് പ്രത്യക്ഷനായി, ഞങ്ങൾ അവൻ്റെ സാക്ഷികൾ. Amen. We can see from the first century itself, the disciples, Peter was mentioning and quoting the Old Testament scriptures. And also Paul also always mentioned about the scripture. And here we can see the church is saying that he was buried, he was raised, and for our sins he was died according to the scripture. രണ്ടാമത്തെ കാര്യം, റിസറക്ഷൻ പ്രൂവ്സ് ദ ഡിയറ്റി ഓഫ് ദ സൺ ഓഫ് ഗോഡ്. നമ്മുടെ കർത്താവ് ദൈവമാണെന്ന് തെളിയിക്കായിരുന്നു ഉയർപ്പ്. Amen. Hallelujah. Resurrection proves the deity of our Savior Jesus Christ. ഒരു വാക്യം പെട്ടെന്ന് നോക്കിയാൽ റോമാലേഖനം 1:4-5 അത് മാത്രമേ അതൊന്ന് വായിക്കേണ്ട വാക്യമാണ്. റോമാലേഖനം 1 മലയാളത്തിൽ 5 ഇംഗ്ലീഷിൽ 4. റോമൻസ് 1:4-5 നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് 5 വാക്യം, ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ദ റിസറക്ഷൻ പ്രൂവ് ഹി ഈസ് ട്രൂലി ഗോഡ്. And we can see concerning his son who was born of a descendant of David according to the flesh, who was declared the Son of God with power by the resurrection from the dead, according to the Spirit of holiness, Jesus Christ our Lord. That shows that resurrection proves the deity. Resurrection is the supreme declaration of his deity. Amen. Resurrection is the supreme declaration of the Lord Jesus' deity. വിവരിക്കാൻ സമയം പോരാ, നിങ്ങൾ ആ വാക്യങ്ങൾ വായിച്ചു നോക്കുക. Please read through from the book of Romans. We can see the gospel explained very well. മൂന്നാമത്തെ റിസറക്ഷൻ പ്രൂവ് ചെയ്യുന്ന കാര്യം എന്നാണെന്നറിയാമോ? റിസറക്ഷൻ പ്രൂഫ് ദ കംപ്ലീഷൻ ഓഫ് ദ സാൽവേഷൻ ഓഫ് ഗോഡ്. Amen. എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാം, ജീസസ് lived for our justification. Jesus died for our justification. Jesus raised for our justification. Amen. Resurrection proves the completion of our salvation. He died for us. He is actually sustaining us and he is going to come back again to receive us. റോമാലേഖനം 4 അവസാനത്തെ വാക്യം നോക്കിയേ. റോമൻസ് 4, the last verse of chapter 4, 24 and 25. Let us see Romans chapter 4 verses 24 and 25. നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായിട്ട് ഉയർപ്പിച്ചുമിരിക്കുന്ന റിസറക്ഷൻ പ്രൂഫ് the completion of our salvation. Amen. Resurrection proves our completion of salvation because we can see Romans chapter 4. It is stating that he who was delivered over because of our transgressions and was raised because of our justification. Praise the Lord. Hallelujah. നാലാമത്തെ കാര്യം Amen. എന്താ? നാലാമത്തെ കാര്യം the establishment of the church. ഞാനതിപ്പോൾ പറഞ്ഞായിരുന്നല്ലേ. Amen. The fourth point is it proves the establishment of the church. ഞാൻ എൻ്റെ സഭയെ പണിയും. എന്താ പാതാള ഗോപുരം? ഡെത്താണ്, മരണമാണ്. മരണത്തിന് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, മരണത്തിന് എന്നെ പിടിച്ചു വെക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. Amen. The establishment of the church, and he proclaimed that I am going to build my church and nobody can dissolve it. And the establishment of the church proves resurrection. നാലാമത്തെ തെളിവാണ്. The fourth evidence. എന്തൊക്കെയാ? വചന സത്യമാണെന്ന് തെളിയിച്ചു. Resurrection proves that the word is truth. യേശു ദൈവമാണെന്ന് തെളിയിച്ചു. The resurrection proved the deity of Christ. നമ്മുടെ രക്ഷ ഉറപ്പാണെന്ന് തെളിയിച്ചു. The completion or the surety of our salvation proved by resurrection. നമുക്ക് ഒരുമിച്ച് ആരാധിക്കാൻ മരണത്തിന് ജയിക്കാൻ കഴിയാത്ത ഒരു സഭയെ കർത്താവ് സ്ഥാപിച്ചു. A church which overcame the death and overpowered the death, and he established a church. അഞ്ചാമത്തെ കാര്യം, resurrection proves the inevitability of the judgment. Amen. Resurrection proves the inevitability of Inevitability of the judgment. Inevitability of our judgment. This proves the resurrection. Very clear ആയിട്ടൊരു വാക്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിനകത്താണ് കിടക്കുന്നത്, 31-ാമത്തെ വാക്യം. Amen. അതൊരു പവർഫുൾ വാക്യമാണ്. Amen. പീറ്റർ ജാതികളോട് പ്രസംഗിക്കുകയാണ്.
17:31 നിങ്ങൾ നോക്കിയേ. Acts താൻ നിയമിച്ച Acts 17:31 Amen. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ അവനൊരു ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. വാക്യം കണ്ടോ? Amen. Acts chapter 17 verse 31 we can see, because he has fixed a day in which he will judge the world in righteousness through a man whom he has appointed, having furnished the proof to all men by raising him from the dead. എന്ന് പറഞ്ഞാൽ ഉയർത്തത് കൊണ്ട് ജഡ്ജ്മെന്റ് ഉണ്ടെന്നുള്ളതാണ്. മനസ്സിലാവുന്നോ? There is an inevitable judgment because he was risen. ആറാമത്തെ ഫൈനൽ വൺ നിർത്തുകയാണ്. The final one, the sixth point. Resurrection proves the eternal bliss of the people of God. Amen. The eternal blessing of the people of God. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ പോയാൽ കാര്യസ്ഥൻ വരും. യോഹന്നാൻ 14 ഞാൻ പോയാൽ വീണ്ടും നിങ്ങളെ ചേർക്കേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് പിന്നെയും നിങ്ങൾ എന്നെ കാണും, ലോകം എന്നെ എന്ത് ചെയ്യില്ല. That is the eternal bliss of the people of God. That is the result of his resurrection. Amen. The eternal blessing is we are going to see him again. ഒരു നിമിഷം എഴുന്നേറ്റിരിക്കാവോ? Hallelujah. Praise the Lord. Hallelujah. സ്തോത്രം. ഞാൻ വളരെയധികം കാര്യങ്ങൾ പറഞ്ഞെന്ന് എനിക്കറിയാം, പക്ഷേ എത്രമാത്രം നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ കഴിഞ്ഞെന്ന് എനിക്കറിയില്ല. What proves the resurrection? What does the resurrection proves? സെക്കൻഡ് പാർട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് ഇങ്ങനെ നിർത്താം. Resurrection proves that scripture is true, that Jesus is God, that salvation has been accomplished at the cross, that the church has made his body, the judgment is coming for unbelievers, that the heaven is ready, made ready for those who believe.